ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രാധാന്യം ഒരു കാര്യം, ഒറ്റക്കാര്യം മാത്രം. അത് പ്രാണനാണ്, ജീവ ഊർജമാണ്, ജീവ സ്രോതസ്സാണ്. പ്രാണനില്ല, വായുവില്ല, ജീവനില്ല, ഊർജമില്ല, ജീവിതമില്ല. ആ പ്രാണവായു എന്ന് പറയുന്നത്, ജീവൻ ഊർജം എന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ശ്വാസത്തിൻ്റെ ഒരു ശക്തിയാണ്, ജീവശക്തിയാണ്. അതിൽ ഓക്സിജൻ ഒരു മൂലകം മാത്രമാണ്. എയറിലെല്ലാം ഉണ്ട്, വായുവിലെല്ലാം ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അത് ഇന്ധനമാണ്, ശരീരത്തിൻ്റെ ഇന്ധനമാണ്. അത് നമ്മുടെ മാനസികാവസ്ഥയെ, വൈകാരികമായ ചിന്തയെ, സ്വഭാവത്തെ നേരിട്ട് വല്ലാതെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രാണവായു ഉള്ളിൽ കയറുന്നത് മുതൽ അത് പല കാര്യങ്ങൾ ചെയ്യുന്ന, ശരീരത്തിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് അത് ശുദ്ധവായുവായി പുറത്തേക്ക് പോകുന്ന അശുദ്ധവായുവായി മാറുന്നത് വരെയുള്ള പ്രോസസ്സുകളുടെയൊക്കെ പഠനം ഭാരതീയ പാരമ്പര്യ ശാസ്ത്രത്തിൽ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രാധാന്യം അർഹിക്കുന്നത് ഒരു പൂജാരിക്ക് പോലും സപ്തശുദ്ധി എന്ന് പറയുന്ന ശുദ്ധികളിൽ പ്രാണാപാന വ്യാനോധാന സമാനാമയ ശുദ്ധ്യന്താം, പ്രാണ അപാന ഉദാന എല്ലാ വായുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. യോഗ എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള കാര്യത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അവിടെയുള്ള ശ്വാസക്രമത്തിൻ്റെ ഒരു ചംക്രമണം നന്നാക്കിയെടുക്കാനുള്ള കഴിവിനെ, അതാണ് നമ്മൾ സാധാരണ ദ ബ്രീത്തിങ് എക്സർസൈസ് ആയിട്ട് പറയുന്നത്. ആസന പ്രാണായാമം പ്രത്യേകതയാണ്. ആസനത്തിനേക്കാളും പ്രത്യേകത പ്രാണായാമത്തിന്. അപ്പോൾ വായുവിൻ്റെ പ്രാധാന്യം എല്ലാ കാലത്തും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപാന വായു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഊർജം നമുക്ക് ഉപയോഗിക്കുന്ന പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാണൻ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ അവരോഹണമായിട്ടുള്ള ഊർജം, മൂത്രം, മലവിസർജനം എന്നിവയ്ക്ക് നിയന്ത്രിക്കുന്ന അവരോഹണ ഊർജമായിട്ട് അപാന വായുവിനെ മാറ്റുകയാണ്. ഉദാന വായു എന്ന് പറയുന്നത് ആരോഹണ ഊർജം തൊണ്ടയിൽ വസിക്കുക, ശബ്ദം ഉൽപ്പാദിപ്പിക്കുക. ആരോഹണത്തിൻ്റെ ഊർജം ഒരു കൃത്രിമമായിട്ടുള്ളൊരു വഴികളിൽ പോകുന്ന തൈറോയിഡ് ഗ്രന്ഥികളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥികൾക്ക് ഹോർമോണുകളുടെ വളർച്ചയെ നേരിട്ട് ബാധിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രാധാന്യം. സമാന വായു എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ താപം, ഊർജം, ചൂട്, വയറ്റിൽ കൃത്യമായിട്ട് ദഹനത്തിന് വേണ്ടിയിട്ട് ഉത്തരവാദിയാണ്. ഊർജത്തിൻ്റെ നിയന്ത്രണം ശരീരത്തിൻ്റെ ചൂട് അനുസരിച്ചിട്ടാണ്. നമ്മുടെ ശരീരപ്രകൃതി എന്ന് പറയുന്നത് ചൂടനുസരിച്ചിട്ടാണ്. ഓരോരാളുടെയും ഉഷ്ണം കൂടുതലാണോ, ശൈത്യം കൂടുതലുള്ള ശരീരമാണോ, അത് ഒരു ഇഷ്ടാനുങ്ങളെ മാറ്റാനും ഭക്ഷണശീലത്തെ മാറ്റാനും ശരീരത്തിൻ്റെ ചൂട് വല്ലാതെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിട്ട് കാണാൻ സാധിക്കും. വ്യാനവായു എന്ന് പറയുന്നത് ഒരു ഡിഫ്യൂസീവ് എനർജിയാണ്. ശരീരത്തിൽ മുഴുവൻ പ്രചരിപ്പിക്കുകയും ഓക്സിജന്റെ എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടും രക്തം എല്ലായിടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഈ വ്യാനവായുവാണ് ഉപയോഗിക്കുന്നത്. ആവശ്യമുള്ളിടത്തോളം ഒരു ഭാവത്തിൽ നമ്മളെ തുടരാൻ, നമ്മളെ ആരോഗ്യപരമായിട്ട് എനർജിക്കായിട്ട് കാണിക്കാൻ ഈ വായുവിന് സാധിക്കും. ഈ 5 പ്രാഥമിക അടിസ്ഥാനമായ പ്രാണനെ കൂടാതെ വേറെയും 5 പ്രാണനുണ്ട്. അതിനെയാണ് നാഗപ്രാണൻ എന്ന് പറയുന്നത്. ഇത് വയറ്റിലുള്ള ഒരു ബെൽച്ചിങ്, ഒരു ബർപ്പിങ്, മുകളിലുള്ള ഒരു ക്വാറ്റിങ്ങിൻ്റെ ചലനങ്ങൾ, പ്രത്യേകിച്ചുള്ള ഡയഫ്രത്തിൻ്റെ ചലനം, ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് നാഗം. ഈ നാഗം മൂവ് ചെയ്യുന്നത് പോലെ വയറ്റിനകത്തുള്ള ചില മൂവ്മെൻറ്റ്സിനൊക്കെ ഇത് അത്യാവശ്യമാണ്. കൂർമ്മം വായു എന്ന് പറയുന്ന കൂർമ്മവായു, ഇത് നമ്മുടെ തുമ്പലിനെ, സൈനസിനെ, അത്തരം സംഭവങ്ങളെ, ചലനത്തെ നിയന്ത്രിക്കുന്നതാണ്. ഈ ചലനം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഹെഡേക്കുകൾ ഉണ്ടാവാൻ സാധ്യത. കൃഗര എന്ന് പറയുന്ന കണ്ണ് ചിമ്മുന്നതിന് പ്രവർത്തിപ്പിക്കുന്ന ഊർജം, അത് വേറെ തരത്തിലുള്ളൊരു വായുവാണ്. ദേവദത്തൻ എന്ന് പറയുന്നത് ഈ കൃത്രിമമായിട്ട് നമ്മളെ അലറുന്നതിന്, സൗണ്ട് ഉണ്ടാക്കുന്നതിന്, നമ്മുടെ മ്യൂസിക്കിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പിച്ചുകൾ ഉണ്ടാക്കണമെങ്കിലൊക്കെ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, കൃത്രിമത്വത്തിലാണ്. അതിന് ദേവദത്തന്. ധനഞ്ജയ പ്രാണൻ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഊർജം പൂർണ്ണമായിട്ടും ബാധിക്കുന്ന. ധനഞ്ജയ പ്രാണൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വിറയലുണ്ടാവും, ആരോഗ്യം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. ഇങ്ങനെ 10 തരത്തിലുള്ള പ്രാണനാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. പ്രാണായാമത്തിൻ്റെ പ്രത്യേകത
സപ്തശുദ്ധിയിലെ പ്രാണാപാന വ്യാനോധാന സമാന എന്ന ശ്ലോകത്തിന്റെ പ്രത്യേകത ഇതൊക്കെ മനസ്സിലാക്കുക. പ്രാണനാണ് ജീവിതം, ജീവിതമാണ് പ്രാണൻ. ശരീരത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രാണ നിയന്ത്രണം കൊണ്ട് എനർജറ്റിക് ആയിട്ട് മാറാൻ സാധിക്കും. ഇന്നത്തെ മെസ്സേജ്. നന്ദി.